ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ പരീക്ഷയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്, മലയാളത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഉഷാറായിട്ട് ടീച്ചർ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ നിങ്ങൾ പഠിച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, A+ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ മലയാളം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്കുള്ള പാഠഭാഗങ്ങൾ അല്ലെ, എത്ര പാഠഭാഗങ്ങളുണ്ടോ അത്രയും പാഠഭാഗങ്ങൾ എഴുതിയാള് ആ പാഠഭാഗത്തിന്റെ ആശയം എന്നിവയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുക. അത് കഥയാണോ, കവിതയാണോ, നോവലാണോ, ലേഖനമാണോ, ആരാണ് എഴുതിയത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്തൊക്കെയാണ് ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. കഴിഞ്ഞ 10 മാസമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമുക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അതൊക്കെ ഓർമ്മ കിട്ടും. ആശയം നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആശയം നമുക്കറിയാം, പാഠങ്ങൾ അറിയാം അല്ലെ, ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനൊക്കെ നമുക്കറിയാം. പിന്നെ എവിടെയാണ് നമ്മളുടെ പ്രശ്നം സംഭവിക്കുന്നത്, അത് എഴുതണം അല്ലെ. എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്, 1.5 മണിക്കൂറിന്റെ ഉള്ളിലാണ് നമ്മൾ 40 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ പലപ്പോഴും മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നം വരുന്നത്, ഭൂരിഭാഗം ആളുകളും, ഒരു 95% ആളുകളും ഇംഗ്ലീഷ് മീഡിയത്തിൽ, മാധ്യമത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ കൂട്ടി എഴുതി സിസ്റ്ററോ ഇങ്ങനെയൊക്കെ എഴുതി ശീലിച്ച ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതുമ്പോൾ മലയാള ലിപി കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ വഴങ്ങി വരില്ല, കാരണം നമ്മൾ മലയാളം എഴുതുന്നത് മലയാളത്തിൽ മാത്രമാണ്, മലയാളത്തിന്റെ പീരീഡ്, മലയാളത്തിന്റെ പരീക്ഷയ്ക്ക് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ബാക്കി എല്ലാ വിഷയവും നമ്മൾ പഠിക്കുന്നത് ഏത് മീഡിയമാണ്, ഇംഗ്ലീഷ് മാധ്യമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ പ്രശ്നമാണ് അല്ലെ. എന്ന് വിചാരിച്ച് നമ്മൾ ഈ സമയത്തിനുള്ളിൽ എഴുതി തീർന്നില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുമോ, നമുക്ക് ആശയം അറിയാം, പാഠം അറിയാം എന്നതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടുമോ, ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ A+ഉം സമയവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ലേ, A+ പോവില്ലേ നമ്മൾ സമയത്തിനുള്ളിൽ എഴുതി തീർന്നില്ലെങ്കിൽ. നമുക്ക് 2 essay അറിയാം, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റിയില്ല, ഒരു essay എഴുതിയുള്ളൂ, 6 മാർക്ക് പോയോ, A+ പോയോ? അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ആ പ്രശ്നം ഈ വീഡിയോ കാണുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മൾ പരിഹരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, എങ്ങനെയാണ് 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ 40 മാർക്ക് സ്വന്തമാക്കാനുള്ള എഴുതുക എന്നുള്ളതാണ്. അതായത് 40 മാർക്കിന് എങ്ങനെ എഴുതാം എന്നുള്ളതല്ല ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ 40 മാർക്ക് കിട്ടാൻ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ടൈം സമയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു 15 മിനിറ്റ് സമയമില്ലേ, നമുക്ക് ആദ്യത്തെ 15 മിനിറ്റ് സമയമില്ലേ, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാ, ഇതുപോലെ ചെയ്യില്ലേ, ഒന്നാമത്തതിന്റെ എത്രയാടാ അല്ലെ, രണ്ടാമത്തതിന്റെ എത്രയാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന അല്ലെ, ബാക്കിലേക്ക് നോക്കി 1, 2 ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയമാണേത്, ഈ പറയുന്ന സമാശ്വാസ സമയം എന്ന് പറയുന്നത് അല്ലെ. അതായത് ആദ്യത്തെ 15 മിനിറ്റ് സമയം അല്ലെ, നമ്മളെ സംബന്ധിച്ച് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മളിങ്ങനെ പല ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന, പലതും ചോദിക്കുന്ന, അന്വേഷിക്കുന്ന സമയമാണ് 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് എൻ്റെ മക്കളെ, നമ്മളുടെ പബ്ലിക് എക്സാമിന് ഒരു തരത്തിലും വരുന്ന ടീച്ചറുടെ മുഖഭാവം നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാനോ, അല്ലെങ്കിൽ എല്ലാവരും നേരത്തെ എത്തിയോ നോക്കാനോ, 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും ഉത്തരങ്ങൾ കണ്ടെത്താനോ ഈ സമാശ്വാസ സമയം നിങ്ങൾ വിനിയോഗിക്കരുത്. ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ചോദ്യഭാഗങ്ങൾ 1 മുതൽ 17 വരെയാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അത്രയും ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ളത്, വേണ്ടാത്തത് കളയാൻ അല്ലേ, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഏത് എഴുതണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ട സമയമാണ് ഏത് സമയം, 15 മിനിറ്റ് സമയം. ഈ 15 മിനിറ്റ് സമയം കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് സമയത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ 15 മിനിറ്റ് സമയത്തുള്ള മക്കൾ എന്ത് ചെയ്യണം, ഇപ്പൊ 1 മുതൽ 17 വരെ, അപ്പൊ ആദ്യം നിങ്ങൾ ഒന്നാമത്തെ ഉത്തരങ്ങളാണ് എഴുതുന്നത് വിചാരിക്കുക അല്ലെ. അപ്പൊ ആ ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ് 1 മാർക്കിനും 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അപ്പൊ അത് ആദ്യത്തെ 10 മിനിറ്റ് സമയത്തിനുള്ളിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അല്ലെ നമുക്ക് എവിടെയെങ്കിലും ഓർമ്മ വരും അല്ലെ, ആ ഉത്തരങ്ങൾ ഓർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കുക, ഇല്ലെങ്കിൽ നമ്പർ ഇട്ട് വെച്ചോളാം. എന്തായാലും ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ബാക്കി ഉണ്ടാവണം, ആ സമയത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് അതിന്റെ ഉത്തരം പരക്കാൻ എന്ത് ചെയ്യരുത്, പോവരുത്.
ഓക്കെ, അപ്പൊ കൂൾ ഓഫ് ടൈമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി എന്താണ്, ഈ 1.5 മണിക്കൂറിനെ നമ്മൾ ഈ 40 മാർക്കിനുമായിട്ട് നമ്മൾ വിനിയോഗിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 മാർക്ക് വീതമാണ്, അപ്പൊ 4 മാർക്കാണ് അല്ലെ. അപ്പൊ 4 മാർക്കാണ്. ഓക്കെ, പിന്നെ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ എന്ന് പറഞ്ഞാൽ 2ഓ 3ഓ വാക്യം തന്നെയാണ് അർത്ഥം. അതിന് എസ് എഴുതാനോ ഇൻട്രൊഡക്ഷൻ എഴുതാനോ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമായോണ്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാനോ ഒന്നും പോവരുത്. 2 സെന്റൻസിൽ എന്ത് ചെയ്തോളാം, അയ്യോ ഈ കുട്ടി ഒരുപാട് എഴുതി, ഈ കൊച്ചിനൊരു 2.5 മാർക്കും കൂടെ കൊടുക്കുക എന്ന് ഒരു ടീച്ചറും വിചാരിക്കില്ല. അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് വാല്യൂഷൻ നടത്താൻ പറ്റില്ല. കാരണം കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, എന്തിനാണ് മാർക്ക് കൊടുത്തത് എന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് മാർക്ക് ഇടുന്നത്. ഒരു എക്സ്ട്രാ മാർക്ക് തരാനോ ഉള്ള മാർക്ക് കളയാനോ ഒന്നും പറ്റൂല. നിങ്ങൾ എന്ത് എഴുതിയോ അതിനെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ 2ഓ 3ഓ വാക്യത്തിൽ മാത്രമാണ് ഈ 2 മാർക്കിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ അല്ലെ, 1 to 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മാക്സിമം 10 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി തീരണം. 10, നിങ്ങൾ വാച്ച് കൊണ്ടുപോകല്ലോ, സ്മാർട്ട് വാച്ച് ഒന്നും കൊണ്ടുപോകരുത്, നമ്മൾ നോക്കണം അല്ലെ. അപ്പൊ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ എഴുതണം. ഇനി നമ്മൾ പറഞ്ഞത് ഷോർട്ട് എസ്സേ ആണ്. 9 മുതൽ 14 വരെയാണ്. 5 എണ്ണം നമ്മൾ എഴുതണം. അപ്പോൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞു തന്നു, ഷോർട്ട് എസ്സേക്ക് നമുക്ക് 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ 8 മിനിറ്റ് സമയമാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത് അല്ലെ. 8 മിനിറ്റ് ആണ് നമ്മൾ ബാക്കി മാറ്റിവെക്കേണ്ടത്. അപ്പൊ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ 8 മിനിറ്റിൽ എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതണം, 5 ചോദ്യത്തിന് ഉത്തരം എഴുതണം. 40 മിനിറ്റ്. ഓക്കെ, ഇനി 15 മുതൽ 17 വരെ എസ്സേകളാണ്. 2 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പൊ എസ്സേക്ക് നമുക്ക് 6 അല്ലെ മാർക്കാണ്. 6 × 2 അല്ലെ, എത്ര 12 മാർക്കാണ്. 12 എന്ന് പറയുമ്പോൾ 12 മിനിറ്റ് സമയമാണ് ഒരു ചോദ്യത്തിന് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പൊ 24 മിനിറ്റ്. അപ്പൊ 1 മണിക്കൂർ 14 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയും. പിന്നെയും കൂട്ടിയിട്ട് ഒരു 1, 2, 3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അല്ലെ, ഒരു 5 മിനിറ്റ് ഒക്കെ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാലും നമുക്ക് 1 മണിക്കൂറും 20 മിനിറ്റും അല്ലെങ്കിൽ 25 മിനിറ്റ് എങ്കിലും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ക്രമത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പരീക്ഷ എഴുതി പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മണിക്കൂർ 25 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പരീക്ഷ എഴുതി തീരാൻ പറ്റും. പിന്നെയും 5 മിനിറ്റ് സമയം നമുക്കുണ്ട്. ആ 5 മിനിറ്റ് സമയം നമ്മൾ ഈ ധൃതി പിടിച്ച് എഴുതുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദ്യം അല്ലെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന പബ്ലിക് എക്സാം ആണ് അല്ലെ. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, എത്ര കോൺഫിഡന്റ് ആണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എന്ത് സംഭവിക്കാം, അല്ലെ ടെൻഷൻ കൊണ്ട് നമ്പറൊക്കെ മാറിപ്പോവാനും ചിലത് നമ്പർ ഇടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ടെൻഷൻ കൊണ്ട് സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ലാസ്റ്റത്തെ 5 മിനിറ്റ് ആണ് ഇത്. ഇപ്പൊ വിട്ടുപോയ ഉത്തരങ്ങൾ എഴുതാൻ അല്ലെ, നമ്പറുകൾ എഴുതാൻ, ഇത് രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ടാണോ എഴുതിയത് എന്നൊക്കെ നോക്കാനാണ് നമ്മളുടെ അവസാനത്തെ 5 മിനിറ്റ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോയാൽ അല്ലെങ്കിൽ സമയം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സമയത്തിന്റെ ഉള്ളിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ ഈ സമയമൊക്കെ അല്ലെ തല പോലും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും നമ്മൾ അല്ലെ. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം, ഉത്തരങ്ങൾ അതുപോലെ എഴുതാൻ പറ്റണം. അപ്പൊ നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ലൈവുകളിലൂടെ ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങളെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അല്ലെ സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിനൊന്നും മക്കളെ ടെൻഷൻ ആവണ്ട. ടീച്ചർ പറഞ്ഞ പോലെ പാഠഭാഗമൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ച് മാത്രം, നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ പിന്നെയാണ് അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും മക്കൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, മക്കൾക്ക് കിട്ടും. ഏറ്റവും കോൺഫിഡൻറ്റോടെ ഇരിക്കുക, നന്നായിട്ട് വായിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.